ബാബുവിനെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ അതിഥിയാക്കിയ ആലപ്പുഴയിലെ ക്ഷേത്ര ഭാരവാഹികളുടെ മനോനില പരിശോധിക്കണം. തനിക്കേറ്റ മർദ്ദനത്തിന് പരിഹാരം ലഭിക്കും വരെ നിയമ നടപടി തുടരുമെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ ശ്രീകൃഷ്ണനെ ആരാധിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇച്ചിരി ലളിതമായ മലയാള ഭാഷയെ പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ പച്ച മലയാളത്തിൽ ഇടിക്കാൻ മധുബാബുവിനെ കൊണ്ടുവന്നതായിട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2012 ഒക്ടോബറിൽ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിന് ശേഷം കഴിഞ്ഞ 13 വർഷമായി ജയകൃഷ്ണൻ നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി സർക്കാരിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കുന്നു? വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞാൻ. കാരണം കേരളത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഞാനടക്കമുള്ള വിദ്യാർത്ഥി യുവജന നേതാക്കൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ചോര ചിന്തുന്ന സമരം നയിക്കുകയും മാസങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അടക്കമുള്ള കേസുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്നും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കേരളത്തിൽ നിരവധിയായ യുവാക്കൾ. കാരണം പോലീസിൻ്റെ പീഡനം മൂലം ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഈ മർദ്ദക വീരനായ മധുബാബുവിനെതിരായ റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. അങ്ങ് നൽകിയ പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കി മുൻ SP റിപ്പോർട്ട് കൊടുത്തു 2016 ഡിസംബർ മാസം. പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവിൽ കഴിഞ്ഞ 9 വർഷം LDF സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. അല്ല, ഈ റിപ്പോർട്ട് ഇങ്ങനെ റിപ്പോർട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 2 മാസം മുൻപ് മാത്രമാണ്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 2 മാസമായി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിന്റെ നിയമപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതാണ്. മധുബാബു ക്ഷേത്രത്തിലെ ഒരു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന് ഗുഡ് സർവീസ് സെന്ററിലേക്ക് ശുപാർശയുണ്ട് എന്നുള്ള തരത്തിൽ കൂടി ചില വാർത്തകൾ വരുന്നുണ്ട്. മധുബാബുവിനെ പോലെ ഒരു പോലീസ് ക്രിമിനലിനെ ആലപ്പുഴയിൽ ഒരു പരിപാടിക്ക് വിളിച്ച അവിടുത്തെ സംഘാടകരുടെ മനോനിലയെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം കേരള പോലീസ് ചരിത്രത്തിൽ ഇത്രമാത്രം ബ്രൂട്ടഡായ ആളുകളെ മർദ്ദിക്കുന്ന ഒരു മർദ്ദക വീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. യഥാർത്ഥത്തിൽ അവർ ശ്രീകൃഷ്ണനെ ആരാധിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇച്ചിരി ലളിതമായ മലയാള ഭാഷയെ പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ പച്ച മലയാളത്തിൽ ഇടിക്കാൻ മധുബാബുവിനെ കൊണ്ടുവന്നതായിട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മധുബാബുവിനെതിരെ ജയകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള റിപ്പോർട്ടാണ് മുൻ SP അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കാരിലേക്ക് സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി അദ്ദേഹം സമീപിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല ഫലം പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണം.